ഇത് നമ്മുടെ പുതിയ സ്റ്റാഫാ. ഇവിടുത്തെ ഫോർമാലിറ്റീസും പ്രോഡക്റ്റും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ശരി. ശരി, മനു വന്നോ? കോളേജ് പഠിത്തത്തിനിടയില് ടൈം പാസിനാണോ ഈ ജോലി? എനിക്കിത് ടൈം പാസ് അല്ല, ജീവിതമാർഗ. ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെങ്ങനെ ചൂടാവുന്നേ? കൊച്ചേ, ഞാനൊരു കാര്യം പറയാം. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരുമാതിരി ഒരു നോട്ടം. ഈ കൊഞ്ചലും കൊണ്ടൊന്നും എന്റെ അടുത്ത് വന്നേക്കരുത്. പ്രേമിക്കാനും കറങ്ങി നടക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ഞാൻ ടൈപ്പേ അല്ല. അല്ല, അതിന് തന്നെ ഇപ്പൊ ആരാ പ്രേമിക്കാൻ വന്നേ? അല്ല, ഞാൻ ഈ ജനറലായിട്ട് ഉരുണ്ടുകളി അല്പം കൂടുതലല്ലേ? വന്നേ. കൊളമായി. ഇതിട്ടോളൂ. പ്രോഡക്റ്റുകൾ പരിചയപ്പെടാൻ എന്തിനു യൂണിഫോം? യൂണിഫോം ഇടാൻ നാണക്കേടുണ്ടോ കൈലാസത്തിൽ ജിഷ്ണുവിന്? ഏയ്, അതല്ല. താനെന്താ വിളിച്ചേ? ജിഷ്ണുന്ന്. എന്താ, സത്യമല്ലേ? കൈപ്പുറം ഹൈസ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ നമ്മൾ. പണക്കൊഴുപ്പിൽ നടന്ന ജിഷ്ണു ഈ പാവം പെണ്ണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കറിയാം. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ഒന്ന് നിന്നേ. ജോയിൻ ചെയ്തതിന്റെ അന്ന് തന്നെ റിസൈനിങ് നടത്തുക. ഈ പേരുമാറ്റ കളിയൊന്നും ഞാൻ ആരോടും പറയാൻ പോണില്ല. പക്ഷേ എന്തു പറ്റി? എന്താ ഇത്ര ബുദ്ധിമുട്ട്? അത് പിന്നെ തറവാട്ടില് ചെറിയ പ്രശ്നങ്ങൾ. ഞാനിപ്പോ വീടിന് പുറത്താ. പിന്നെ ആരോരില്ലാത്തൊരു ചെറിയമ്മയുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അതിനു വേണ്ടിയിട്ടാ. ദേവു, ഇതാരോടെങ്കിലും പറയോ? ജിഷ്ണുവിന് എന്നെ വിശ്വസിക്കാം. പറയില്ല. യൂണിഫോം ഇട്ട് വന്നോളൂ. ജിഷ്ണു ഉണ്ടായിരുന്നപ്പോ ഒരാശ്വാസമായിരുന്നു. ഒന്ന് ഉറക്ക വിളിച്ചാൽ ഓടി വരാൻ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നല്. അതാ ഇപ്പൊ ഇല്ലാതായത്. മനഃപൂർവ്വമല്ലേ ആ പാവത്തിനെ പുറത്താക്കിയത്? അവന്റെ ജീവിതത്തിലുണ്ട് എന്തെല്ലാമോ ദുഃഖങ്ങൾ. എന്തായാലും ഇന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാം. SIക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വൈകുന്നേരം യൂണിഫോമിൽ പോകുന്നുണ്ടോ? തിരിച്ചു വരാനാണെങ്കിൽ പാന്റ് മാത്രമേ കാക്കി കാണൂ. ഷർട്ട് സാധാരണയായിരിക്കും. സ്വന്തം മാനം രക്ഷിക്കാൻ എന്തൊക്കെ അടയാളങ്ങളാ നോക്കി വെക്കുന്നത് എന്റെ മോള്. ഇവിടെ ജീവിച്ചു പോണമെങ്കിൽ കാക്കയുടെ കണ്ണുമായിട്ട് നിന്നേ പറ്റൂ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ചേച്ചി ഉറങ്ങിക്കും.